ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ചാണ് റോഡ് ബിങ്കോ ചലഞ്ച്. അതെ, ഇത് നിങ്ങൾ കേട്ടിട്ട് പരിചയമുണ്ടായിരിക്കും. ഇത് ഞങ്ങൾ ഫുള്ളൂട്ടീസിൽ നോക്കി കോപ്പി അടിച്ചാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇത് നമ്മുടേതായ രീതിക്ക് മാത്രം, നമ്മൾ രണ്ടുപേരും മാത്രം. അതെ, അതുപോലെ ആക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ആക്കി. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. അത് എൻ്റെ ചേട്ടൻ ചെയ്തതാണ്. അപ്പം മഴ ഉണ്ട്, നല്ല മഴ. ഇത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ. ഇങ്ങനെ നിൽക്കുന്നു. അതെ, തുടങ്ങാം. ഓക്കെ, നീ വേറെ വഴിക്ക് ഞാൻ വഴി വെക്കും. ഇനി പേപ്പർ വേണ്ടേ? എനിക്ക് ഈ ക്യാമറ പിടിക്കും. ഞാൻ പേപ്പർ തരാം. ആരോട് വിളിച്ചോ? വിളിച്ചാ ഇല്ല. എനിക്കുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. നിന്റെ പേപ്പർ എടുത്തുണ്ടേ. ഇത് പിടി. ഇവിടെ നല്ല മഴയുണ്ട്, കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇനി രണ്ടുപേരും രണ്ട് വഴിക്ക്, പക്ഷെ പകുതി നമ്മൾ ഒരുമിച്ചായിരിക്കും പോവാം. പകുതി വരെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി, അതേ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും. ഓക്കെ, അഭിരാമി പോയി. ഇനി ഞാൻ ഇതെന്താ സംഭവം എന്നൊക്കെ വായിച്ച് നോക്കട്ടെ. നമുക്കത് വായിച്ച് നോക്കാമേ. ഇനിയും മഴ, ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ. നമുക്കത് വായിച്ച് നോക്കാമേ. ഫസ്റ്റ് ഒരു ബ്രൗൺ ബ്ലാക്ക് മിക്സ് കളറിൽ ഒരു പൂച്ചേൻ്റെ ഫോട്ടോ. പിന്നെ സാധാരണ വീട് കൊണ്ടിട്ട, അല്ല സാധാരണ വീടില്ല, സാധാരണ പൂ കൊണ്ടിട്ട ഒരു അത്തപ്പൂ. കാടിനകത്തിരിക്കുന്ന ഗേറ്റോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇരിക്കുന്ന ഗേറ്റോ, അത് തുരുമ്പ് പിടിച്ചത്. ഇവിടെ അടുത്തായിട്ടുണ്ട് ഒരു അമ്മേൻ്റെ വീടിൻ്റെ അവിടെ ഉണ്ട് ഒരു ഇതുണ്ട്, അവിടെ പോയല്ലേ. അവരാണ് എളുപ്പം കാണിച്ചു തരാവേ. അതോ അങ്ങ് പോകുന്നുണ്ട്. നമുക്കൊന്ന് സെറ്റാക്കിൻ്റെ പേപ്പറൊക്കെ നനയുന്നു. ഓക്കെ, ഇവിടെ നേരെ അമ്മേൻ്റെ വീട്ടിൽ പോകാം. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത്തപ്പൂ അവിടെ എന്തായാലും കാണും, അവിടെ എവിടെയെങ്കിലും ഒക്കെ. എന്ന് വെച്ചാൽ അവിടുന്ന് അത്തപ്പൂ എടുത്തോണ്ട്, എന്തൊക്കെ പറയുന്നത്, അത്തപ്പൂ എടുത്തോണ്ട് അവിടെ അങ്ങോട്ട് പോകാം. അവിടെ ആകുമ്പോൾ അത്തപ്പൂ എവിടെയൊക്കെ കാണും, അവിടെ അത്തപ്പൂ എടുക്കാൻ പോകാം. എനിക്ക് തോന്നിപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥലത്തോട്ടാന്ന് തോന്നുന്നു പോകണത്. ഇപ്പം എന്തായാലും അമ്മയുടെ വീട്ടിലോട്ട് തന്നെ ആയിരിക്കും പോവാം. അപ്പം അവിടെയാണ് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉള്ളത് തന്നെ. ഇപ്പം അതെ അതെ ഉണ്ടോ? എൻ്റെ മാല ഉണ്ടോ? ഓ അയ്യോ, എനിക്ക് മനസ്സിലായേ. ഓക്കെ, ശരി, എനിക്ക് മനസ്സിലായി. അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ മരമുണ്ട്. മരമാണോ? ഓക്കെ, അത് മരമാണെങ്കിൽ നമുക്ക് എടുക്കാം. മരമല്ല, ഞാൻ ഓർത്ത് മരമൊക്കെ വെച്ച് മരമല്ല, അത് എന്താ കല്ലായിരുന്നു. കല്ല്. എനിക്ക് ഈ ടാസ്കിലെ പോലെ കാടിനെ പൊതിഞ്ഞിട്ട ഇത് കിട്ടി, ഗേറ്റ് കിട്ടി. ഓക്കെ, സെറ്റ്. ഒരെണ്ണം കംപ്ലീറ്റ് ആയി. അപ്പോൾ എൻ്റെ ഒരു കസിനോട് എൻ്റെ കൂടെ ഉണ്ട്. ശേഷം അവളെ ഇപ്പോൾ കാണിക്കുന്നില്ല, മോന്ത് കാണിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണേ. അതായത് ഇത് ബിങ്കോ ചലഞ്ച്. ആക്ച്വലി ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ല. ബിങ്കോ ചലഞ്ച് നമുക്ക് കുറേ ഒരു പേപ്പറിൽ ടാസ്കുകൾ കാണും. ഈ ടാസ്കുകളിലൊക്കെ നമ്മൾ ആരാണോ ഫസ്റ്റ് ഫിനിഷ് ആക്കുന്നത് അവരായിരിക്കും വിന്നർ ആവുന്നത്. മീൻസ് അഭിരാമിക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. എനിക്ക് ഈ പറഞ്ഞ ടാസ്കുകൾ ഇപ്പോൾ ഒരു പൂച്ച കണ്ടെത്തുക എന്നായിരിക്കും, അത് ഇന്ന കളറിലെ പൂച്ച എന്നായിരിക്കും. അത് ടാസ്ക് ആക്കുക. ഇവിടെയാണ്ടൊരു ഗേറ്റ് ഇല്ലായിരുന്നോ? ദാ കിട്ടി. ടാസ്ക് നമ്പർ 1 ഞാൻ ഫിനിഷ് ആക്കി. ഇവിടെ ഒരു തുരുമ്പ് പിടിച്ചതും കാടിനകത്ത് കയറിയതും ഉള്ളൊരു ഗേറ്റ് കിട്ടി. ഗേറ്റ് അവളങ്ങോട്ടേക്ക് പോയി. ഇനി ഒരു പൂച്ചേനെ കണ്ടുപിടിക്കണം. ഒരു പിങ്ക് പൂവുണ്ട്. പിങ്ക് പൂ ഞാൻ ഒരെണ്ണം കണ്ടു, പക്ഷെ അതിപ്പോൾ എവിടെയാണെന്ന് ഞാൻ ഇപ്പം മറന്നുപോയി അത് എവിടെയാണെന്നുള്ളത്. സോ കണ്ടുപിടിക്കാം. വഴിയിൽ മുറിച്ചിട്ടിരിക്കുന്ന മരം, അങ്ങനെ ടാസ്ക് ഉണ്ട്. വഴിയിൽ മുറിച്ചിട്ടേക്കുന്ന ഒരു മരം, അല്ലെ മരത്തിൻ്റെ പീസോ അല്ലെ വഴി മുറിച്ചിട്ടേക്കുന്ന മരം, അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. സോ ഐ ഫൗണ്ട് ദാറ്റ്. ഞാൻ 2 ടാസ്ക് പൂർത്തിയാക്കി.
ഒന്ന് ഒരു വഴി സൈഡിൽ മുറിച്ചിട്ടേക്കുന്ന മരം, പിന്നെ ഗേറ്റും പൂർത്തിയാക്കി. എനിക്ക് പിങ്ക് പൂ കൊണ്ടുവരണം. പിങ്ക് പൂ ഞാനിവിടെ കണ്ട്, പക്ഷെ ഇതെവിടെയാണ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിങ്ക് പൂ. ഓക്കെ, ഫൈനലി ഞാൻ പിങ്ക് പൂവും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അത് ടിക്ക് ഇടണം ഞാൻ. ഇവിടെ ഒരു പൂച്ച എനിക്ക് വേണമല്ലോ. പൂച്ചനൊക്കെ എവിടുന്ന് തപ്പാണ്? ഇനിയിപ്പോ ഗേറ്റ് അല്ലേ, ഒന്ന് ഞാൻ റെഡിയാക്കി. പിന്നെ എനിക്ക് വേണ്ടത് അടഞ്ഞു കിടക്കുന്ന ഒരു കാട, അതിന്റെ വീഡിയോ എടുക്കണം. പിങ്ക് കളറിലെ പൂവുണ്ട് എവിടെയെങ്കിലും? പിങ്ക് കളർ ഞാൻ എടുക്കണത്, നീ ശരിയാവത്തില്ല. ഇച്ചിരി പിങ്ക് കളറിൽ പോണം. ഇപ്പൊ അടച്ചോടി, ഇത് അടച്ചോ. പിങ്ക് കളറിലെ പൂവുള്ള സ്ഥലം. ഇതിനുമ്പടി എഴുതിക്കൊണ്ടുമ്പോഴേക്കും പിങ്ക് പൂ കിട്ടുമോ? താഴെ അപ്പച്ചമ്മേൻ്റെ അവിടെ ഉണ്ടാവും. അവിടെ ഉണ്ട്. ഇല്ല, അവിടെ മറ്റേ തലയിൽ ഇങ്ങനെ അടിച്ച് പൊട്ടുന്ന ഒരു പൂ ഇല്ല, നമ്മള് പണ്ടൊക്കെ അടിക്കത്തില്ലേ ഒരു തലയിൽ? ഇല്ല, അവിടെ നിൽക്കാം, വാ. ഞാൻ അങ്ങനെ പൂ കിട്ടി ഇങ്ങനെ വന്നപ്പോഴാണ് അതാ ഇവിടെ മുറിച്ചിട്ടേക്കുന്ന മരം. കാണിച്ചു തരാമേ, കണ്ടോ? യെസ്, അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ 3 ഫിനിഷ് ആക്കി. അഭിരാമിയെ കാണാനായിട്ടേ ഇല്ല, എവിടെയാണോ? ഞാൻ അതും 2 ഞാൻ ആ പിങ്കും ഈ മരവും വരയ്ക്കാല്ലേ. നമുക്ക് അത്തപ്പൂ ഇട്ട ഒരു വീട് കണ്ടെത്തണം. അതിന് അത്തപ്പൂ ഇട്ട വീട് ഇപ്പൊ എന്താ ആരും അത്തപ്പൂ ഇടാത്തെ? അത്തപ്പൂ ഒന്നും ആർക്കും വേണ്ടേ? ഞാൻ ഓർത്ത നീ അത്തപ്പൂ ഒക്കെ ഇട്ട് വെക്കുവാ. വേണ്ട, രണ്ടാമത് വേറൊരു പിങ്കൂടെ കാണിച്ചിരുന്നു. വണ്ടിക്ക് കൊണ്ട് പിങ്ക് ഇരിക്കുന്നു. എന്ത് ചെയ്യാൻ, നമ്മളൊരു വലിയ സംഭവം തന്നെ. എനിക്ക് ഇനി അത്തപ്പൂ ഇട്ടാൻ വേണ്ടി ഞാൻ നീ എപ്പോഴും അത്തപ്പൂ ഇടുന്ന ഒരാൾക്കാരാ. നീ അത്തപ്പൂ ഇട്ട് വെക്കുമായിരിക്കും, ആ ഒരു പ്ലാനിങ്ങിലൊക്കെയാ. അയ്യോ, ഐ ആം വെരി സോറി. ആരെങ്കിലും ഒക്കെ ഒന്ന് അത്തപ്പൂ ഇട്ടാ അവരത്തപ്പൂ ഇടുവോ? അറിയില്ല, നോക്കാം. എനിക്ക് എവിടെന്നെങ്കിലും ഒരു അത്തപ്പൂ കിട്ടിയാൽ മതി. ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ അത്തപ്പൂ ഒരു പൂ നടുക്ക് വെച്ചിട്ട് ഞാൻ ഇട്ടാൽ മതിയോ? ഒന്നും പറ്റില്ല. ഞാൻ അത്തപ്പൂ കണ്ടെത്തിട്ട് വരാമേ. ഇതിൽ കൂടെ വന്നപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ അത്തപ്പൂ കണ്ടു. കാണിച്ചു തരട്ടെ. ഇതെന്നതാണോ? കുഴപ്പമില്ല. അൺഎക്സ്പെക്റ്റഡ് അത്തപ്പൂ. ഇനി എനിക്ക് അതുകൊണ്ട് ടിക്കറ്റ് എനിക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കട്ടെ. നമ്മളിനി എടുത്ത പൂച്ചനെ കണ്ടു. പൂച്ച ക്യാറ്റ്. പൂച്ചനെ കണ്ടുപിടിക്കുന്ന ഭയങ്കര കഷ്ടപ്പാട്. ഇവിടെ ഇങ്ങോട്ട് ആവശ്യത്തിൽ നോക്കുമ്പോൾ ഒറ്റ പൂച്ച കാണാം. അല്ലാത്തപ്പോൾ എല്ലായിടത്തും പൂച്ച. ഇനി ഞാൻ എനിക്ക് ഇനി ഒരു കടയും കൂടെ ഇപ്പോൾ കട അടയ്ക്കുന്ന സമയമായി. അപ്പോൾ എനിക്ക് കട കിട്ടി. അപ്പോൾ അവിടെ വേറൊരാള് അതാ നോക്ക്. അല്ല, കട അടയ്ക്കുന്ന സമയം നോക്കി എത്തിയതാണോ? അത് ഞാനും കട അടയ്ക്കുന്ന സമയത്തല്ല. എനിക്കും കട കിട്ടിയത് 2 കട കണ്ടിട്ട് അടച്ചത്. ഗൈസ്, നമ്മൾക്കിങ്ങനെ അടഞ്ഞ കട കിട്ടിയിട്ടുണ്ട്. അടഞ്ഞ കട. ഓക്കെ, അടഞ്ഞ കട എങ്ങനെ കണ്ടുപിടിച്ചു? ആ, ഞാനും കട വയ്ക്കുന്ന സമയം നോക്കി ഇങ്ങനെ അടഞ്ഞ കടയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ കട. എനിക്ക് പൂച്ചനെ കണ്ടെത്താനുണ്ട്, അത്തപ്പൂ കണ്ടെത്താനുണ്ട്. പൂച്ചനെ ഇപ്പം ഭയങ്കര നല്ല മഴയാണ്, മഴയൊക്കെ പെയ്ത് മൊത്തം കുളമായിട്ടെടുക്കാണ്. സോ പൂച്ചനെ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. അത്തപ്പൂ കിട്ടണമെങ്കിൽ ആരുടെയും വീടിനകത്ത് നിന്ന് കയറണം. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യത്തിന് ആലോചിച്ചത്. എൻ്റെയിലാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഈ സെയിം പൂച്ച എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്.
അത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ആലോചിച്ചില്ല. ഈ സെയിം സാധനം എൻ്റെ വീട്ടിലോട്ട് ഞാൻ കുറേ നേരം ഇത് ആലോചിച്ച് ഫ്രണ്ട്സായ. അപ്പം ഞാൻ നേരെ ഇപ്പം എൻ്റെ വീട്ടിലോട്ട് പോവാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് എനിക്കൊന്ന് അതുകൊണ്ടേ ഉള്ളൂ, എനിക്ക് നോക്കട്ടെ. അതെ ഗൈസ്, എനിക്ക് ഇനി അതുകൊണ്ടുള്ളൂ. അടഞ്ഞു കിടക്കും എന്താ ക്യാമറ ഇങ്ങനെ. ആ ഗൈസ്, അടഞ്ഞു കിടക്കുന്ന കടയും അതും എടുത്തു. ഇനി എനിക്ക് ആ ഒരു പൂച്ചേനെ കൂടെ എടുത്താൽ മതി. അഭിരാമി പോയിത്തന്നെ കാണാനുണ്ട്, പോയെന്ന് തോന്നുന്നു. അങ്ങ് പോയിട്ടുണ്ട്, തിരിച്ച് വീണ്ടും അവിടുത്തെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് നേരെ പോയി എൻ്റെ വീട്ടിൽ നിന്ന് പൂച്ചേനെ എടുക്കുക. പൂച്ചേനെ എടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ പക്ഷെ അവൾക്ക് ഇനി എത്ര ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് വേഗം പോവാം. ഓക്കെ, ശരി എന്നാ. അപ്പോൾ വീടനെ നമുക്കിനി വേഗം പോയിട്ട് അതും കൂടെ എടുത്ത അപ്പോൾ വീടല്ലേ തെന്നിയ ശുഭമായിരിക്കും. അതാ ഗൈസ്, ഞാൻ വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പൂച്ച കണ്ടോ? എല്ലാ കളറുള്ള എൻ്റെ പൂച്ച നിങ്ങൾ കാണുന്നുണ്ടോ? ഓ ചക്കര കുട്ടി കണ്ടോ? അപ്പം ഞാൻ ഈ ചലഞ്ചിൽ വിന്നറാകും. എനിക്ക് വയ്യ. അങ്ങനെ എനിക്ക് തന്ന എല്ലാ ടാസ്കും ചെയ്ത് ഞാൻ ഇവിടെ ജയിച്ചെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് അഭിരാമിയെ വിളിച്ചിട്ട് പറയാം, എഴുതി ഇങ്ങോട്ട് വാ, ഞാൻ ജയിച്ചു. അങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ജയിച്ച് കാണുമെന്ന്. പൂച്ചനെയോട്ടുള്ള കാര്യം അവൾ ഓർത്തെന്തോ എനിക്കറിയാൻ പറ്റില്ല. ഞാൻ പൂച്ചകളൊക്കെ കിട്ടിയിട്ടാണ് അവിടെ പോയത് എന്നൊന്നും എനിക്കറിയാമല്ലോ. എന്തായാലും ഞാനാണ് ഇവിടെ ഫസ്റ്റ് തന്നെ എത്തി. നമ്മൾ സ്റ്റാർട്ടിങ് എവിടെ വന്നു അവിടെ തന്നെ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ അവളെ വിളിച്ചിട്ട് പറയാം. എൻ്റെ ഈ ഒരു ഫോണുള്ളൂ. അപ്പം ഞാൻ ഇതിൽ നിന്ന് വിളിച്ചിട്ട് പറയാം, എടി ഞാൻ വന്നേ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അതാ നമ്മുടെ കഥാനായികയുടെ വരവ് വരുന്നത്. അയച്ചിട്ട് അവിടുന്ന് അയച്ചിട്ട് നടന്നു വരുന്നുണ്ട്. കേട്ടോ, കാണിച്ചിരാ. എന്താ പറ്റിയേ? എന്നാ കിട്ടാ? ഞാൻ പോവാ. എനിക്ക് അത്തപ്പൂ കിട്ടിയില്ല. അത്തപ്പൂ എനിക്ക് കിട്ടിയോ? എടി പൂച്ച നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്കുണ്ടല്ലോ കുറേ നേരം ആലോചിച്ച്. പൂച്ച സാധാരണ അവിടെ കുറേ പൂച്ച ഉണ്ടാവാറുള്ള പൂച്ചയെ നോക്കി ഒരു പൂച്ച പോലെ കിട്ടിയില്ല. പിന്നെ ഞാൻ വെച്ചാൽ വീട്ടിൽ തന്നെ പറഞ്ഞ ഇരിപ്പില്ലേ അങ്ങനെ ആലോചിച്ചു. പക്ഷെ അത്തപ്പോ ഒരു സ്ഥലത്തും ഇല്ല. സാധാരണ ഓരോരുത്തർക്ക് ഇങ്ങനെ ഇടുന്നതല്ലേ ടൈം. പക്ഷെ ഞാൻ വൈകിട്ട് അവിടെ ഉറപ്പായിട്ട് അത്തപ്പൂ കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അത് അവിടെ അത്തപ്പൂ ഒന്നും ഇട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പോയി ഞാൻ ഓരോരോ വീടുകളിൽ നോക്കുമ്പോഴത്തേക്കും അത്തപ്പൂ ഉണ്ടോ ഇങ്ങനെ ചാകും. ഇങ്ങനെ വേറെ വീട്ടിലൊക്കെ എല്ലാം മതി. ഞങ്ങൾ നോക്കി എന്ത് അവരുടെ ഭാഗത്തേക്ക് ഒരു അത്തപ്പൂ എടുക്കുന്നു. പെട്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ. പക്ഷെ അത് മഴയത്തേനെ കുഞ്ഞതായി കിടക്കും. തീരെ കുഞ്ഞു. ഞാൻ ജയിച്ചു. കൺഗ്രാജുലേഷൻസ്. എങ്ങനെ പറയണം? അങ്ങനെ ആരാ ജയിച്ചേ? ഞാൻ. ഓക്കെ, അങ്ങനെ ഫൈനൽ ഈ ചലഞ്ച് ഞാൻ ജയിച്ചിരിക്കുന്നു. ഓക്കെ, ഫൈനൽ ആക്കാം. അങ്ങനെ വിന്നറിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അതെ, പ്രത്യേകിച്ച് ഒന്നും നമ്മൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് വീഡിയോ നമ്മളായിരിക്കും. ടാറ്റാ.